കൊടിക്കുന്നിൽ സുരേഷ് പണ്ട് മുതലേ ഒരു ഉമ്മൻചാണ്ടി വിരുദ്ധനാണ് അതിന്റെ അകത്ത് തന്നെ. അപ്പൊ ഉമ്മൻചാണ്ടിയെ എന്റെ ചെലവിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇറങ്ങിയിരിക്കുന്നത്. അത് വേണ്ട. പിന്നെ അധികാരമോഹിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരത്തോട് മോഹമുള്ള ആളാണ്. കാരണം ഇവരെയൊന്നും പോലെ സന്യാസിയല്ല. ഇത്തരം അധികാരത്തോട് വിരക്തിയുള്ള ഈ സന്യാസിമാരുടെ ഇടയിൽ ഒരു അധികാരത്തോട് മോഹമുള്ള ഒരാൾ വേണ്ടേ? അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആക്ഷേപിച്ചത്. പക്ഷെ AK ആന്റണി എന്താ പറഞ്ഞത്? കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. AK ആന്റണിയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. AK ആന്റണിയോട് പറയാൻ പറ്റില്ലല്ലോ, എന്നോട് പറയാമല്ലോ. അപ്പൊ ഇവരൊക്കെ ഏത് പ്രായത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്? ശ്രീ കരുണാകരനെയും ശ്രീ AK ആന്റണിയുടെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളല്ലേ? അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? അവർക്ക് പറയാൻ അവർക്ക് വേറെ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്താ? ഇതാണ് UDF. തല്ല് തല്ല് തല്ല്, തമ്മിൽ തല്ല്. തമ്മിൽ തല്ലുകാരെ ഭരണമേൽപ്പിച്ചാൽ വ്യവസായം മുടങ്ങും. തമ്മിൽ തല്ലി തൊഴിലില്ലാതാക്കിയ കാലം മറന്നു പോകരുതാ തല്ലുകാലം.